ഫിക്സ് ചെയ്യണം. അപ്പൊ നീ സ്കൂട്ടർ വാങ്ങണതിന് പകരമാണ് ഫ്ലൈറ്റ് വാങ്ങിക്കാൻ പോണേ. അത്ര പേർക്ക് അപ്പൊ ഫ്ലൈറ്റ് വന്നിട്ട് നീ എവിടെ പാർക്ക് ചെയ്യും? വീടിന്റെ മുകളില്. അപ്പൊ വീടിന്റെ മുകളിൽ എങ്ങനെ കയറും? സ്റ്റൂളിട്ട് കയറും. സ്റ്റൂളിട്ട് വീടിന്റെ മുകളിൽ കയറിയിട്ട് നീ ഫ്ലൈറ്റിൽ കയറും. എന്നിട്ട് ഫ്ലൈറ്റ് വാങ്ങിച്ചിട്ട് കവർ പൊട്ടിക്കും. അല്ല, ഫ്ലൈറ്റ് വാങ്ങിക്കുമ്പോ ഫ്ലൈറ്റ് കവറിലിട്ടാണ് അത് കിട്ടുക. അത് ഓടിക്കും. ഓടിച്ച് ഞാൻ വീടിന് മോളിൽ പണി ചെയ്തത്. ആദ്യമേ ഞാൻ പണി ചെയ്യും. എന്നിട്ട് ഞാൻ പ്ലെയിൻ വാങ്ങിക്കും. എന്നിട്ട് ഫ്ലൈറ്റ് വാങ്ങിച്ച് ഞാൻ ഓടിക്കും. ഓടിച്ചിട്ട് ഞാൻ വീടിന് മുകളിലേക്ക് അത് വെക്കും. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എപ്പോഴാണ് നീ ഇത് വാങ്ങിക്കാൻ പോണേ? വലുതാവുമ്പോ. എന്തോരം വലുതാവണം? പോലെ അത്രയും വലുതാണ്. അപ്പൊ എന്നെ പോലെ വലുതായിട്ട് നീ എന്തായിരിക്കും ചെയ്യണേ? ഞാൻ കാർ ഓടിച്ച് പഠിച്ച് ഞാൻ പ്ലെയിൻ കാർ ഓടിച്ച് പഠിച്ചിട്ട് പ്ലെയിൻ വാങ്ങിക്കും. കാർ ഓടിച്ച് പഠിച്ചാലേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അല്ല, അപ്പൊ ഈ ഫ്ലൈറ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ട് നിന്റെ അടുത്ത് കാശ് ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? ഞാൻ ജോലി ചെയ്യും. എന്ത് ജോലി? ഞാൻ ഫ്ലൈറ്റ് കൊണ്ട് പോകും, ജീപ്പും കൊണ്ട് പോകും. അതിനുള്ള ഈ ജീപ്പ് എന്തിനാ ജോലിക്ക് പോവാൻ? ജീപ്പ് എന്തിനാന്നറിയോ? എല്ലായിടത്തും പോവാനാ ജീപ്പ്. എല്ലായിടത്തും പോവാനായിട്ട് ജീപ്പ്. അല്ല, എൻ്റെ ചോദ്യം, നിനക്ക് ഫ്ലൈറ്റ് വാങ്ങിക്കാൻ കാശുണ്ടാവും? എവിടെ നിന്നുണ്ടാവും? ഞാൻ ജോലി. എന്ത് ജോലി ചെയ്യും? കാശ് കിട്ടും. എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ കാശ് കിട്ടും? എടാ, ഫ്ലൈറ്റ് വാങ്ങിക്കാൻ കുറച്ച് കാശ് മതിയാ കുറെ കാശ് വേണോ? കുറെ കാശ് വേണം. അപ്പൊ കുറെ കാശ് കിട്ടാനായിട്ട് നീ എന്ത് ജോലിയാണ് ചെയ്യാൻ പോണത്? ഇച്ചിരി മതിയാവുള്ളൂ. എന്തോരം വേണ്ടി വരുമായിരിക്കും? 15-3 അല്ലേ? ശകലം മതി അല്ലേ? എവിടെ നിന്ന് കിട്ടും ഇത് ഫ്ലൈറ്റ്? എവിടെ നിന്ന് മേടിക്കും? ഏത് കടയിന്ന്? സ്ഥലം ഉണ്ടാവും. ഓക്കെ. അല്ല, നീ ചെയ്യാൻ പോണ ജോലി എന്താ? വലുതാവുമ്പോ നീ ആരാവും എന്നാണ് നിന്റെ? ആർക്കിടെക്റ്റ് ആണ്. അപ്പൊ ആർക്കിടെക്റ്റ് ആയിട്ട് JCB ഓടിക്കാൻ പോവാണോ നീ? ഓക്കെ, പഠിച്ചോ? അല്ല, അതൊക്കെ ഓടിക്കാൻ പഠിച്ചോ? പിന്നെ അല്ല, ആർക്കിടെക്റ്റ് ആയിട്ട് എന്താണ് ചെയ്യാൻ പോണേ നീ? എടാ, പറയ്, എന്താണ് ചെയ്യാൻ പോണേ ആർക്കിടെക്റ്റ് ആയിട്ട്? പറയടാ, കേക്കട്ടെ. എന്ത് പ്ലാൻ? അതാണോ നിന്റെ പ്ലാൻ ആർക്കിടെക്റ്റ് ആയിട്ട്? എന്ത് പ്ലാനാണ് ഉണ്ടാക്കാൻ പോണേ ആർക്കിടെക്റ്റ് ആയിട്ട്? പറയടാ, കേക്കട്ടെ. എങ്ങനത്തെ ബിൽഡിംഗ് ആയിരിക്കും? അടിപൊളി ബിൽഡിംഗ്. എന്തായിരിക്കും കളറ്? ബ്ലാക്ക് മാത്രമാണെങ്കിൽ ബ്ലാക്ക് അടിക്കും. ഇതിനെ ബ്ലാക്ക് മാത്രം ആക്കണേ. അപ്പൊ അവിടെ വേറെ കളറൊന്നും കിട്ടിയില്ലെങ്കിൽ നീ ആ കളർ അടിക്കുള്ളൂ.
എടാ നല്ല കളർ വല്ലോ നീ അടിക്കോ? ചിലപ്പോ ഞാൻ ബ്ലാക്ക് അടിക്കില്ല. ഞാൻ ബ്ലാക്ക് അടിക്കുന്നില്ല ശരിക്കും പറഞ്ഞ. ശരിക്കും ഞാൻ ബ്രൗൺ പിന്നെ അടിപൊളിയാ. ഗേറ്റിലാണ് ഞാൻ ബ്രൗൺ അടിക്കുന്നത്. ഗേറ്റ് ആണ് ബ്രൗൺ അടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗേറ്റിന് ബ്ലാക്കാ. ഗേറ്റിന് ബ്ലാക്ക് അല്ലേ അടിക്കണ്ടേ? ശരിക്കും നല്ലായിരിക്കും ഗേറ്റ് ബ്ലാക്ക് അല്ലേ അടിക്കുന്നത്? അതെ അപ്പോൾ ഞാൻ ബ്ലാക്ക് അടിക്കും. അപ്പോൾ ഞാൻ പ്ലെയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലെയിനും മുകളിൽ ബ്ലാക്ക് അടിക്കും. പ്ലെയിൻ അല്ല ബ്ലാക്ക് അടിക്കുന്നത്. പ്ലെയിൻ വെക്കുന്ന സ്ഥലത്താണ് ബ്ലാക്ക് അടിക്കുന്നത്. ഓ വീടിന്റെ മുകളില് ഇങ്ങനെ പ്ലെയിൻ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് ബ്ലാക്ക് അടിക്കും. അടിപൊളിയായിരിക്കും. ഞാൻ മുകളിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഇതിന്റെ താഴെ എന്തൊക്കെ ഉണ്ടാവും ഈ വീട്ടില്? അല്ല എന്തൊക്കെ ഉണ്ടാവും താഴെ? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? എടാ വീടിന്റെ ഈ ഫ്ലൈറ്റ് പാർക്ക് ചെയ്യണ ഇതിന്റെ താഴെ എന്തൊക്കെയാണ് ഉണ്ടാവുക? റൂം ഉണ്ടാവോ? ഉണ്ടായിരിക്കും. അപ്പോ ഞാൻ ഈ ഫ്ലൈറ്റ് വെക്കാൻ ഞാൻ എല്ലാം ശരിയാക്കണം. അവരൊക്കെ ഉണ്ടാവും. പാപ്പനോട് പറയ് ഫ്ലൈറ്റ് അടിയിൽ ഫിഷിനെയാ? ഫിഷ് സ്ക്രൂ ഉണ്ട്. സ്ക്രൂ ഞാൻ ഇങ്ങനെ സാധനം ഇല്ലേ, ആ സാധനം വെച്ച് ആർക്കൊക്കെ താമസിക്കാൻ പറ്റുമോ ആ വീട്ടില്? എല്ലാവരും. ആർക്കൊക്കെ പറ? അപ്പാപ്പന്, ഡാഡ, മമ്മി, എല്ലാവർക്കും ജീവിക്കാൻ പറ്റും അല്ലേ? എങ്ങനെയായിരിക്കും റൂമൊക്കെ? എങ്ങനെയായിരിക്കും? വൺ ബെഡ് ഉണ്ടാവുള്ളൂ. ഒരു 3 ബെഡ് ആണെങ്കിലും ഉണ്ടാവും. 3 ബെഡ് എന്തിനാണ് ഒരു മുറിയില്? ഒരു മുറിയല്ല, കുറേ മുറി ഉണ്ടാവും. ഞാൻ ഡിസൈൻ ചെയ്യുന്നു. അപ്പൊ ഫിഷ് ആണെങ്കിൽ എന്താണെന്നറിയോ? ഫിഷ് സ്ക്രൂ ആടാ ഇന്ന് ടോയ് മേടിപ്പിച്ചാടാ. എന്ത് ടോയാണ് മേടിച്ചത്? ബബിൾ. ഞങ്ങൾ പോണ വഴിക്കും പറഞ്ഞു അല്ല പപ്പാമ്മ എനിക്ക് ടോയ് മേടിച്ചു.